കൊച്ചമ്മോയ്, പാലിന്റെ വിലന്ന് കൂടാട്ടോ. അത് ശരി, തന്റെ പാലിൽ കൂടുതലും വെള്ളമാണല്ലോ. ദൈവം സൃഷ്ടിച്ച ഭൂമിയില് ഏറെ വെള്ളമല്ല കൊച്ചമ്മേ. എത്ര നാളായി പറയുന്നു ഒരു പശുവിനെ വാങ്ങിക്കാൻ? പശുവിനെ വളർത്തിയാൽ പറമ്പ് മുഴുവനും മുടിപ്പിക്കും. അതിനി എന്നാ മടിയാനാ പപ്പ? പാൽ വാങ്ങി മുടിഞ്ഞോളാമെന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ഒരു വീടായാലും ഒരു പശുവെങ്കിലും വേണം. മമ്മിയുടെ വീട്ടിലെ 6 മാടുകളുണ്ടായിരുന്നു എന്ന് മമ്മി എപ്പോഴും പറയും. അത് ശരിയാ, അതിലൊന്നാണല്ലോ എന്റെ കഴുത്തിൽ കിട്ടിയത്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. റോക്കി, ഒരു കറവയുള്ള പശുവിനെ എവിടുന്നെങ്കിലും ഒപ്പിച്ചതാ. കുന്നേല ജോണിന് ഒരു നല്ല ജേഴ്സി പശു ഉണ്ട്. കറവയുള്ള ഇനമാ, വിൽക്കണമെന്നാ പറഞ്ഞേ. പശുവിന്റെ പാൽ നിലത്ത് മുട്ടണം, അതാ നല്ല പശുവിന്റെ ലക്ഷണം. കിടക്കുമ്പോഴായിരിക്കും നിലത്ത് മുട്ടുന്നത്. എന്നാ പിന്നെ നമുക്ക് ആ പശുവിനെ ഒന്ന് പോയി നോക്കാം. പശുവില്ലാത്തതിന്റെ കേട് തീരട്ടെ. പിന്നെന്താ, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു സഹായം വേണം. ആ പറമ്പിൽ കിടക്കുന്ന മരത്തൂണ് എനിക്ക് തരണം. അതെന്തിനാ? വർക്ക്ഷോപ്പിന്റെ ഒരു കാലൊടിഞ്ഞു പോയി, പകരം വിടാനാ. പശുവിനെ സോപ്പിട്ട് പാലൊരു കുപ്പി വാങ്ങിച്ചോ. ആ തടിയൊക്കെ ഒന്ന് മിനുങ്ങട്ടെ. ആ കിടക്കുന്ന തടി തൂണിന് പറ്റും, അത് നീ എടുത്തോ. തടിയൊന്ന് പിടിച്ചു തരണേ. ഞാൻ തിരിഞ്ഞു നിൽക്കാം, അതുവഴിയാണല്ലോ പോകേണ്ടത്. ഏയ്, എന്തിനു തിരിയണം? ഈ തടി ഞങ്ങൾ തോളിൽ വെച്ച് തരാം, അതുകൊണ്ട് അങ്ങ് തിരിഞ്ഞാ പോരെ. അതും ശരിയാണല്ലോ. നാശം, ഈ കുന്ത്രാണ്ട് എവിടെയാണോ ഇടുന്നത്? എന്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 4 ദിവസമായുള്ളൂ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഗേറ്റിൽ നിന്ന് മാറ്റിയിട്ടേക്കാം, ഒന്ന് പിടിച്ചേ റോക്കി. നിൽക്ക് നിൽക്ക്, ഞാനൊന്ന് അപ്പുറം കടന്നോട്ടെ. ആഹാ, ഇതെന്താടാ വഴിതടയിൽ സമരോ? എടുത്തു മാറ്റടാ. എന്റെ കൈ വയ്യാണ്ടായി പോയി. അല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനാടാ? അയ്യോ സാറേ, അവന്റെ കൈ ചതഞ്ഞിരിക്കുക, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഈ തടി എന്റെ തടി കേടാക്കുമല്ലോ ദൈവമേ. അത് ശരി, എങ്കിലത് നേരത്തെ പറയണ്ടേ. മന്ത്രി ഇന്ന് വനം കാണാൻ വേണ്ടി ഈ വഴി വരുന്നുണ്ട്, വേഗം എടുത്ത് മാറ്റിക്കോ. ചേട്ടാ, ഈ തടി തൽക്കാലം ഇവിടെ ഇട്ടിട്ട് പശുവിനെ വാങ്ങാൻ പോകാം. ഇല്ലേൽ ഇനി സ്വന്തം തടി കേടാകും. ഹോ, അതും ശരിയാ. ഇനി മന്ത്രി എപ്പോഴാണോ വരാൻ പോകുന്നത്? അത് പറയാൻ പറ്റില്ല. മുഴുത്തൊരു കയറ് കരുതിക്കോ. പശുവെങ്ങാനും കയറും പൊട്ടിച്ച മന്ത്രിയുടെ മുന്നിൽ ചാടിയ പ്രശ്നമാ. വർക്ക്ഷോപ്പിൽ വടം പോലൊരു കയറിയിരിപ്പുണ്ട്. എന്നാ അതെടുത്തോ. ടോം, ഇന്നത്തെ കണി ശരിയല്ലാന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചുപോയി ഊഞ്ഞാലാടി രസിക്കാം.
നിങ്ങൾ പോയി പശുവിനെ വാങ്ങിക്കൊണ്ട് വാ, ഞങ്ങൾ വേറൊരു വഴിക്ക് പോവാ. മലയുടെ തിരിയല്ലേ ആടാടും നീ ആടാട്, അങ്ങോട്ടും ഇങ്ങോട്ടും പാടാട്, താമര മുട്ടുപോലാടാട്. ആടാടും നീ ആടാട്, ആടാടും നീ ആടാട്, ആരാന്റെ മുത്തല്ലേ ആടാട്, ആടാടും നീ ആടാട്. ചാഞ്ചാടും നീ ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചക്കക്കും ആടാട്, ചാമ്പയ്ക്കാ തിന്നോണ്ട് ആടാട്, ചന്തത്തിലങ്ങനെ ആടാട്, ചന്തത്തിലങ്ങനെ ആടാട്, ചന്തത്തിലങ്ങനെ ആടാട്. ഇനി മതി, ഞങ്ങൾ ആടട്ടെ. പറ്റില്ല പറ്റില്ല, ഞങ്ങൾ രണ്ടു വട്ടം കൂടി ആടിയിട്ട് തരാം.
എത്തിത്തോ, എത്തിപ്പോയി. യാഹൂ! ആരാ? PT ഉഷയാണോ കോച്ച്? ഓട്ടം തകർപ്പനായിരുന്നു. എന്നാലും ടീന ചേച്ചിയുടെ ഒരു ധൈര്യം ഭയങ്കരം തന്നെ. ആ, ഇനി എവിടെയെങ്കിലും കുതിരപ്പന്തയം ഉണ്ടായാൽ ഞാൻ ഈ പശുവിനെയും കൊണ്ട് മത്സരിക്കാൻ പോകും, തീർച്ച. എടി ടീനെ, ഒന്ന് എഴുന്നേറ്റേ, നേരം ഏറെയായി. മമ്മി പ്ലീസ്, ഒരു 5 മിനിറ്റ് കൂടെ. എടി പെണ്ണെ, പശുവിനെ കറക്കാനുള്ളതാ, വേഗം എഴുന്നേറ്റേ. പിന്നെ എനിക്കും പറഞ്ഞൂടാ പശുവിനെ കറക്കാൻ. നീ കറക്കേണ്ട, ഒരു പാത്രം എടുത്തോണ്ട് വന്നാൽ മതി.
ഇതിനേക്കാൾ വലിയ പാത്രം ഇല്ലായിരുന്നോടി? ഇത് തൊഴിക്കുന്ന പശുവാ. ചുമ്മാതല്ല സായിപ്പ് പശുവിനെ കറക്കാൻ യന്ത്രം കണ്ടുപിടിച്ചത്. എന്തായാലും ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. ഞാൻ വേണമെങ്കിൽ പശുവിനെ കറക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പശുവിനെ ബോധം കെടുത്തണം. ആരോഗ്യത്തിന് പാൽപ്പൊടിയാണ് ഉത്തമമെന്ന് പറയുന്നത് വെറുതെ അല്ല. അയ്യോ കൊച്ചമ്മോ, ഇന്ന് പാല് വേണ്ടല്ലോ അല്ലേ? അയ്യോ, പാൽ വേണോടാ? വേണം. കാക്ക കണ്ടറിയും കൊക്കു കൊണ്ടറിയും എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. എന്ന് പറഞ്ഞാൽ എന്താ പാപ്പ? എന്ന് പറഞ്ഞാൽ മണ്ണാങ്കട്ട. മിണ്ടതിരിയടാ. കാക്കയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. കൊക്കാകട്ടെ അനുഭവിച്ചേ അറിയൂ. ഓ, മമ്മിയെ പോലെ അല്ലേ പപ്പ? Tom and Tuna.